പിന്നെ പ്രണയമായി വീട്ടിൽ വന്ന് ചോദിച്ച് കല്യാണമായി. എല്ലാരും ഓരോന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പറയിപ്പിക്കാൻ പാടില്ലെന്ന് വെച്ചപ്പോ ഞാൻ എന്ത് ചെയ്ത് ചോട്ടാക്കി വിളിച്ച് ഞങ്ങൾ കല്യാണം കഴിച്ചു. ഞാൻ ഒരു 9 വർഷം റോഡ് സൈഡിൽ കിടന്ന് വളർന്നതാണ്. എന്റെ നാട്ടുകാരെന്ന് വെച്ചാൽ നേരത്തെ എനിക്ക് ഒരു വാടക വീട് ആ ടൈമിലേക്ക് തരില്ലായിരുന്നു. തെരുവ് തെണ്ടികളാണ് ആ ടൈമിൽ. എന്റെ അമ്മയ്ക്ക് എന്റെ കയ്യിൽ പൈസ ഇല്ല. എന്റെ അമ്മ തെണ്ടി ആയതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കയറ്റാത്തെന്ന് വെച്ചു. അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് അമ്പലത്തിൽ. 365 ദിവസം അവിടെ അന്നദാനം ഉണ്ട്. ഞാൻ കയറുമ്പോൾ മാത്രം എനിക്ക് അന്നദാനം ഇല്ല. എനിക്കറിയില്ല എന്താണ്. ഞാൻ എന്നിട്ട് ലാസ്റ്റ് ചെയ്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇവര് കളയുന്ന വേസ്റ്റ് ഉണ്ട് ബാക്കിൽ അന്നദാനത്തിന്റെ. അത് പിറക്കി കഴിച്ച് 5 ദിവസം ഞാൻ അവിടെ ചോദിച്ചു ആ ചോറ്റാനിക്കയുടെ നടയിൽ. ചോറ്റാനിക്ക് ആരോട് നിന്ന് ചോദിക്കും. ഒരു മനുഷ്യനോട് ചോദിച്ചു അച്ഛൻ്റെ ഫസ്റ്റ് വീട് എവിടെയെന്ന് ചോദിച്ചാൽ അവിടുത്തെ നാട്ടുകാർ കാണിച്ചു അമ്പല തെരുവെന്ന് പറയും. എന്നെ പ്രസവിച്ചിട്ടതേ അമ്പലത്തെരുവില. എനിക്ക് വീടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. എസ്എപ്പിന്റെ വയറില്ലേ അതൊന്ന് കത്തി ഒരു നിലനിന്നാക്കി. അതിന്റെ ഒരു വേദന വേറെ ചേച്ചി. ആ ഒരു വേദന ഈ ഭൂമിയിൽ സഹിക്കാൻ പറ്റില്ല. വയറൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകില്ല. നമ്മുടെ കുടലില്ലേ, കുടലിന്റെ ഉള്ളിൽ ഒരു കത്തല് കത്തും, വലിഞ്ഞു മുറുകും. ഈ എന്താ പറയാ ചേട്ടൻ നേരത്തില്ല ഞാൻ എന്റെ തോർത്ത് വലിച്ച് ഞാൻ കെട്ടിയിട്ട് ജീവിച്ച ടൈമുണ്ട്. തോർത്തില്ലേ വലിച്ച് മുറുക്കി വെച്ചിട്ട് എന്റെ അമ്മയുടെ ഉള്ളിൽ ലോട്ടറി ഒക്കെ ഇട്ട് നടന്നൊരു ടൈമുണ്ട് ലൈഫില്. അമ്മച്ച് 2ാമത്തെ മാരേജാ ഈ അച്ഛനായിട്ട്. അപ്പൊ എന്റെ സ്വന്തം അച്ഛനെ എനിക്ക് അല്ല ഏതാന്നറിയില്ല. അങ്ങനെ ഇത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഒരമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ അച്ഛൻ. കുക്കിംഗ് ഒന്നും ഇല്ല. അമ്പലത്തിൽ നിന്നുള്ള പടച്ചോറ് അങ്ങനത്തെ പ്രശ്നം. അമ്പലത്തിൽ പടച്ചോറ് കിട്ടും 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ. ആ പടച്ചോറും തൈരും. എനിക്ക് സ്കൂളിൽ നിന്ന് കഞ്ഞി കിട്ടും. എല്ലാ ജോലിക്കും ഓടി നടന്നാണ് വീട്ടിലെ കുടുംബം കാര്യം നോക്കണേ. ഇവളും എൻ്റെ അടുത്ത് പറഞ്ഞത് അത് തന്നെയാണ്. ഇവൾക്ക് ബിരിയാണി കണ്ട ചോറ് മതി. അതെന്തായാലും എൻ്റെ വീട്ടിൽ ഹോട്ടൽ ക്ലീനിങ്ങിന് പോയി. പിന്നെ ബയോഗ്യാസിന്റെ ക്ലീനിങ്, ഹോട്ടലിന്റെ വേസ്റ്റ്, പിന്നെ കക്കൂസ് ക്ലീനിങ്, ഗ്ലാസ് കഴുകാൻ, പത്രം ഇടാൻ വേണ്ടി, ചെരുപ്പ് നോക്കല്, ടിക്കറ്റ് വെക്കല്, ലോട്ടറി വിൽപ്പന, ധർമ്മം കൊടുക്കാൻ, തോർത്തിരിച്ചിരുന്നിട്ടുണ്ട് ചേച്ചിയെ. ഓ ഞാൻ ഒരിക്കലും നാണം കേട്ടില്ല. ഇപ്പൊ നിനക്ക് നാണങ്ങളുണ്ടോ? ഇല്ല. സത്യം പറയാം. എന്റെ അമ്മ എന്നെ നോക്കി ഭിക്ഷാടനം എടുത്തിട്ട് തന്നെ എന്റെ അമ്മ എന്നെ നോക്കി. എനിക്കൊരു അഹങ്കാരം ഇല്ല. കഷ്ടപ്പെട്ടവന് മാത്രമേ അവന്റെ ഫ്രണ്ട് ഇരിക്കുന്നവൻ തെണ്ടിയല്ല എന്ന് പറയുള്ളൂ. എന്നെ നോക്കി എടുത്ത കുറെ പേര് എന്നെ തെണ്ടിയാന്ന് വിളിച്ചു. എനിക്ക് സന്തോഷമാണ്. ഞാൻ തെണ്ടിയ. കാരണം വെച്ചാൽ ഒരു നാൾ അവനും തെണ്ടും. തെണ്ടാണ്ട് ഒരിക്കലും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ അവൻ തെണ്ടിട്ട് തന്നെ മരിക്കും. എത്ര നാള് കഴിഞ്ഞിട്ടാ തിരിച്ചു വന്നേ? 23 മാസം. 22ാമത്തെ മാസമായപ്പോ കേരളം ബോർഡർ പറ്റി. പിന്നെ മഞ്ഞൊക്കെ കണ്ട് അത്യാവശ്യം എല്ലാം ആയി തിരിച്ചിറങ്ങിയ കേരളം ഇറങ്ങിയ. എന്നുവെച്ചാൽ അന്ന് ഞാൻ വെച്ചാൽ ലക്ഷ്യമിട്ട സ്ഥലം ലഡാക്കാന്ന് പോലും എനിക്ക് അറിയാം. മഞ്ഞ് കണ്ടാൽ മതി. ഞാൻ മണാലി ചെന്നപ്പോ എനിക്ക് മഞ്ഞ് കിട്ടിയില്ല. ഞാൻ പിന്നെ ലഡാക്ക് കയറിയില്ല. എന്ന് വെച്ചാൽ ലഡാക്കിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോ മണാലിൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തിരിച്ച് താഴത്തേക്ക് വരാൻ തുടങ്ങിയില്ല. എനിക്ക് അങ്ങോട്ട് തന്നെ കയറണമെന്ന് ആഗ്രഹമായി. അങ്ങനെയാണ് ലഡാക്ക് ഞാൻ ആദ്യമായിട്ട് കാലി വെട്ടണേ. എനിക്ക് അന്നും അതിന്റെ പേര് ലഡാക്കാണ്, ലേ എന്നാണ് അറിയപ്പെടുന്നത് എനിക്കറിയില്ല. പക്ഷെ എന്റെ ലക്ഷ്യം മഞ്ഞാണ്. അത് കാണണം. അവിടെ ചെല്ലുമ്പോഴൊക്കെ ഏകദേശം ഇവിടെയൊക്കെ പഴുത്ത ശോകമായിരുന്നു ആടിയതുകൊണ്ട്. എന്നുവെച്ചാ എനിക്ക് പേടിയാന്ന് തുടങ്ങി. എല്ലാരും ഞാൻ സത്യം പറയുമ്പോ എന്നെ തിരിച്ചു പിടിച്ചാക്കുവോ, വീട്ടിൽ കൊണ്ടാക്കുവോ. ഞാൻ നമ്മള് സത്യം പറയുമ്പോ ഒരു കള്ളം പറയാന്ന് പറയുള്ളൂ. ഒരിക്കലും നമുക്ക് ഒരു ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ ഇവിടെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേദന എന്റെ കൊച്ചിനെ അറിയാൻ പറ്റുള്ളൂ. ഒരിക്കലും എനിക്ക് അറിയത്തില്ല. അതേപോലെ മറ്റുള്ളവരുടെ ഒരു പ്രശ്നം, നമ്മളൊരു സത്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവരുടെ മുന്നിൽ നമ്മൾ കള്ളനാവും, അടിക്കപ്പെടും ഇവിടെ. അതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് കേരളത്തിൽ വന്നിട്ട് വീട്ടിൽ പോയിട്ട് അമ്മ എന്ത് പറഞ്ഞു? അമ്മ പച്ചക്ക് ചോദിക്കും. പച്ചക്ക് പറയേണ്ട പച്ചക്ക് പറയും. അതിപ്പോ മന്ത്രിയാണ്, സഭയാണ്, അമ്മ നോക്കൂല. എന്റെ അടുത്ത് പറയേണ്ട കാര്യം ഇപ്പൊ അമ്മ എന്റെ അടുത്തല്ല, ഒരു വ്യക്തി അടുത്തായ പോലും അമ്മക്ക് ഫ്രണ്ടിൽ എന്തെങ്കിലും ചേർത്ത് പറയണം തോന്നി അമ്മ പറയും. യൂണിഫോം ഉള്ള ഒരു വ്യക്തിയായ പോലും അമ്മ പറയും. ചെന്നപ്പോ തന്നെയാണ് അങ്ങനെ ചോദിച്ചത്. ഇല്ല എന്നുവെച്ചാൽ പുള്ളിക്കാരി വിചാരിച്ചത് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോ അമ്മ പിന്നെ മനസ്സിലാക്കി 1 മാസം കഴിയും തിരിച്ചെത്താൻ. പക്ഷെ 1 മാസം കഴിഞ്ഞ് കൈവിട്ടു പോയപ്പോ അമ്മ വിചാരിച്ച് തിരിച്ച് വരികയുണ്ടാവില്ല എന്ന്. എന്നുവെച്ചാൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പോലീസുകാർക്ക് പോലും കോള് കൊടുത്ത്, പോലീസുകാർ കേസ് കൊടുത്ത് കയ്യിൽ ഫോണില്ല. സൈബർ സെല്ല് വേണം കിട്ടണമെങ്കിൽ. സൈബർ വേണമെങ്കിൽ ഫോൺ കയ്യിലുണ്ടാവണം. പോലീസ് സ്റ്റേഷനിൽ അവർ കേസൊക്കെ കൊടുത്തിരുന്നു. കേസൊക്കെ കൊടുത്ത് അന്വേഷണമൊക്കെ കഴിഞ്ഞ്. പക്ഷെ കേസ് കൊടുത്ത് എന്താ പറയാ, ഇതുണ്ടായില്ല. ഇവരിതില്ലാതെ അന്വേഷണം വഴിമുട്ടിയ പോലെ. പോലീസുകാർ എന്ന് വെച്ചാൽ ഓൾറെഡി എന്റെ പോലീസുകാർ ഒരുപാട് കഷ്ടപ്പെട്ടു എനിക്ക് വേണ്ടി. പക്ഷെ ഈ പോലീസുകാര് ഞാൻ എവിടെ വെച്ച് എന്നെ ഇപ്പൊ ആലപ്പുഴ വെച്ച് പിടിച്ചെന്ന് വെച്ചോ, ചോറ്റാനിക്ക് പോലീസുകാർ അങ്ങ് വന്നു. അതുകൊണ്ട് ഈ പോലീസുകാരെ കൂടുതൽ എനിക്ക് വേണ്ടി ഓടി നടന്നിട്ടുള്ളൂ. അവിടെ നിന്ന് എല്ലാ സാധനന്മാരും എന്നോട് പറയാം, അച്ചു നീ ഒരു ടൈമിൽ യാത്ര ചെയ്ത് ഇപ്പൊ ചെയ്യല്ലേ, നിന്റെ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാവും, നീ ഇപ്പൊ പോയി കഴിഞ്ഞാൽ നീ എത്തത്തില്ല. അന്ന് ഞാൻ പറയും ഞാനവിടെ എത്തും. എനിക്കറിയാം ഞാനവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു മനുഷ്യൻ 200 തവണ തോറ്റാൻ പറ്റില്ല. ഒരു ദിവസങ്ങൾ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ. ആ വിജയത്തിന് 200 തവണ തോറ്റേണ്ട പവർ എന്തിനാണെന്നറിയോ? അവൻ ആ വിജയത്തിന്റെ വില മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അതെന്റെ മനസ്സിലാച്ചാൽ
എൻ്റെ അടുത്തൊരു അമ്മാമ്മനെ കണ്ടപ്പോ അമ്മാമ്മ പറഞ്ഞ കഥയത്. അമ്മാമ്മക്ക് 89 വയസ്സുണ്ട്. ഞങ്ങൾ ലഡാക്കിൽ വെച്ച് ഞാൻ ഇവളും കൂടി കാണാം. 89 വയസ്സുണ്ട് അമ്മാമ്മക്ക്. ഇപ്പത്തെ ഇവിടെ ഉള്ളൊരു അമ്മാമ്മനെ 89 വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പൊ കിടപ്പില്ലായിരിക്കും, എഴുതാക്കാൻ പോലും പറ്റില്ലല്ലോ അല്ലേ. പക്ഷെ അമ്മ ഞങ്ങൾ ലഡാക്കിൽ വെച്ച് കണ്ടു. അമ്മമ്മയുടെ വേഗിന് 10 കിലോ വെയിറ്റ് ഉണ്ട്. നല്ല ശരീരമൊക്കെ ചുളിഞ്ഞ ഒരിതാണ്, കൈയൊക്കെ നല്ല കട്ടിയ. അമ്മമ്മ പറഞ്ഞാലോ 200 പ്രാവശ്യം ഒരു ജീവിതത്തിൽ തോറ്റാണ് ഒരു ദിവസം കൊണ്ട് വിജയത്തിന് എന്റെ വാല്യൂ അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഫ്രീ ആയിട്ടാണ് ഒരു വിജയം എന്റെ കയ്യിലാക്കി കഴിഞ്ഞാല് അഹങ്കരിച്ചു മനുഷ്യൻ. അപ്പൊ തിരിച്ചു വന്നതിന് ശേഷമാണ് പിന്നെ ട്രിപ്പുകളൊക്കെ പോകുന്നത്. ഇവിടെ വന്ന് ഞാൻ റെസ്റ്റ് ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോ പിന്നെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. അതിലേക്ക് വരാം. എപ്പോഴാണ് ദേവു കണ്ടത്? ദേവിനെ കണ്ടത് എൻ്റെ ഒരു വീഡിയോ വരല്ലേ, അത് ഞാൻ നന്ദി പറയേണ്ടത് ഉബൈദിനോട്. ഉബൈദിക്കാന്ന് വെച്ചാൽ ഒരു ചലഞ്ചറാ പുള്ളി, അറിയാലോ ഉബൈദിനെ. പുള്ളിയുടെ വീഡിയോയിൽ ഞാൻ വൈറലാവുണ്ടായിരുന്നു. അതിലാണ് പുള്ളി ഇവളെന്നെ ആദ്യമായിട്ട് കാണുന്നത്. ഞാന് യൂട്യൂബിൽ എന്തോ ഫോണിൽ എന്തോ നോക്കാനെങ്ങാണ്ട് എടുത്തതാ. അപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ ഞാൻ ഉബൈദ് ബ്രോയുടെ വലിയ ഫാനായിരുന്നു. ആ ടൈമിൽ യൂട്യൂബിൽ ഇങ്ങനെ ഉബൈദ് ബ്രോ ഫുഡ് കൊടുക്കുന്നതിന് ഇവന്റെ ഇത് വന്ന് അങ്ങനെ. അപ്പൊ ഉബൈദ് ബ്രോ അവന്റെ ഇൻസ്റ്റൈഡിയോടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഇത് കൊണ്ട് എന്നാ ചുമ്മാ മെസ്സേജ് അയച്ച് നോക്കിയേക്കാലെന്നുള്ള ഞാൻ ആ ഒരു ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇൻസ്റ്റയിൽ പോയി നോക്കി. അക്കൗണ്ട് കിട്ടി, മെസ്സേജ് അയച്ച് ആദ്യം റിപ്ലൈ ഒന്നും തന്നില്ല. അന്ന് നൈറ്റ് ഒക്കെ ആയപ്പോഴത്തേന് എനിക്ക് ഇങ്ങോട്ട് ഇതിന്റെ റിപ്ലൈ വന്നു. പിന്നെ അത് പിന്നെ ചാറ്റ് കഴിഞ്ഞ് പിന്നെ നേരിട്ട് കാണാനുള്ള ആഗ്രഹമായി പോയി. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ വീട്ടിൽ അമ്മയോട് പറയുന്നത് ഞാൻ കൊല്ലത്ത് ട്രിപ്പ് പോയത്. അവിടെ നിന്ന് 28 ഓണം നടക്കുക. ആ ടൈമിൽ അവിടെ ചെന്ന് എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാത്രിയായിട്ട് ഒരു എല്ലാവരും വീട്ടിൽ പോകുന്നു, എനിക്ക് കിടക്കാൻ സ്ഥലമില്ല, കയ്യിൽ പൈസ ഇല്ല, ഫുഡ് കഴിക്കാൻ വകയില്ല, ഒന്നുമില്ല. അവിടെയുള്ള ആമ്പിളാരെല്ലാം കൂടെ വല്ലാത്ത രീതിയിൽ നോക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ആ ഒരു ഇത് വന്നപ്പോഴത്തേന് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ ഇൻസ്റ്റ എനിക്ക് മെസ്സേജ് കൊച്ചല്ലേ ചോദിച്ചു. പിന്നെ അങ്ങനെ പിന്നെ സംസാരിച്ച് പിന്നെ ഇവൻ ഫുഡ് വാങ്ങിച്ചു തന്ന്. ഇവൻ പറഞ്ഞു എന്തായാലും നാളെ രാവിലെ 8 നമുക്ക് എന്റെ വീട്ടിലോട്ട് പോവാന്നും പറഞ്ഞു. അങ്ങനെ ഇവന്റെ വീട്ടിൽ പോയി. പിന്നെ അത് പിന്നെ പ്രണയമായി, വീട്ടിൽ വന്ന് ചോദിച്ച് കല്യാണമായി. ഇവൾക്ക് അമ്മ മാത്രമേ, അച്ഛനമ്മയില്ല. അച്ഛനമ്മ ഡിവോഴ്സ് ചെറിയ പ്രായത്തിൽ തന്നെ. പിന്നെ ഇവളുടെ അമ്മ മാത്രം ഞാൻ നോക്കാത്ത. എന്റെ അമ്മയായിട്ട് എനിക്ക് ഒരിക്കലും അവളെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിക്കാൻ പറ്റില്ല. കാരണം ഇവളുടെ വീട്ടിൽ കയറി 2 കിലോമീറ്റർ കയറ്റുക. എന്റെ അമ്മയ്ക്ക് ആ കയറ്റം കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ തന്നെ നല്ലതെന്ന് തോന്നി. ഞാൻ ചെന്ന് അമ്മ വെച്ചിട്ട് സംസാരിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു ആ ടൈമിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ ടൈമിൽ 2 മാസം കൂടി വെയിറ്റ് ചെയ്യണം. ആ ടൈമിൽ 17 വയസ്സിലൊക്കെ ആയിട്ടുള്ളൂ. 2 മാസം കൂടി വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നല്ലൊരു ടൈം നോക്കി നമുക്ക് പറയാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മയായിട്ട് സംസാരിച്ചപ്പോ എന്റെ അമ്മ പറഞ്ഞു ആ കൊച്ചൊരു 18 വയസ്സ് ആയിട്ടൊരു 3-4 മാസം കഴിയട്ടെ, എന്നിട്ട് അവളുടെ ഇങ്ങനെ നോക്കിയിട്ട് നോക്കാന്ന് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഇവളുടെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഇവളുടെ കൂട്ടുകാരായിട്ട് പ്രശ്നമുണ്ടായി. ഇവളുടെ കൂട്ടുകാരെ വിശ്വസിക്കണമെന്നല്ല ഞാൻ പറഞ്ഞില്ല. ചില ടൈമില് നമ്മുടെ എല്ലാ കാര്യം അറിയുന്ന ഒരു കൂട്ടുകാരായതുകൊണ്ട് ഇട്ട് കൊടുക്കുന്ന സ്വഭാവം വരും. അത് ഇവൾക്ക് കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു കാര്യം വീട്ടിലേക്ക് വരും. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അങ്ങനെ വീട്ടിൽ കൊണ്ടുവരാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ആ ടൈമിൽ വിചാരിച്ചെന്ന് വെച്ചാൽ എനിക്ക് ആ ടൈമിൽ ജോലി ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കർണാടകയിൽ കിണർ പണിക്ക് പോവാ. അപ്പൊ എന്റെ അമ്മ ഒറ്റയ്ക്കാ. എന്റെ ചേച്ചി വന്ന് നിൽക്കണം. പറൂര് വടക്കം പറൂന്ന് ചോറ്റാനിക്കൽ വന്നാലേ അമ്മ സേഫ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇവളവിടെ വന്ന് നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ എനിക്ക് സമാധാനമുണ്ട്. അങ്ങനെ എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയതാ. പിന്നെ നിർത്തിക്കൊണ്ടപ്പോ ഞാൻ നോക്കിയപ്പോ എല്ലാരും ഓരോന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പറയിപ്പിക്കാൻ പാടില്ലെന്ന് വെച്ചപ്പോ ഞാൻ എന്ത് ചെയ്ത് ചോറ്റാനിക്കൽ വിളിച്ച് ഞങ്ങൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് 1 വർഷം. ഇപ്പൊ 1 വർഷം ആകാൻ പോണു. ഇപ്പൊ 19 വയസ്സ് തികയാൻ പോവാ. 1 വർഷം ആകാൻ പോണേ ഉള്ളൂ. അങ്ങനെ കണ്ടുപിട്ടി പരിചയപ്പെട്ടു. അച്ചു കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നിട്ട് മച്ചാമാരെ നിങ്ങൾ എൻ്റെ ജോലി എന്നാന്ന് ചോദിച്ചു. ഞാൻ പപ്പടം വിൽക്കല ജോലി എന്ന് പറഞ്ഞു. കുറച്ച് മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ ഞാൻ 4ഓളം ജോലികൾ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ജോലികൾ എടുക്കും. ഇന്നലെ ഞാൻ എന്താ പോനെ വരാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ചേച്ചി എനിക്ക് കക്കൂസ് മാലിന്യം എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ കിടുങ്ങിപ്പോയി കേട്ടോ, ആരും പറയാം. അപ്പം എന്താണ് ശരിക്കും അച്ചു ജോലി? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയും കൂടെ വന്നു. ഇപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളോട് പറയുന്ന ഒരേ ഒരു കാര്യം സ്ഥിര വരുമാനം വേണം, ജോലി വേണം. ഇതാണ് ഇവിടെ പറയുന്നവരെല്ലാവരും പറഞ്ഞത്. ജോലിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ പെണ്ണ് കിട്ടാനില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോഴാണ് നിനക്ക് ജോലിയില്ല അല്ലെങ്കിൽ സ്ഥിര വരുമാനം ഇല്ല എന്നിട്ട് പെണ്ണ് കിട്ടി. എന്താണ് അച്ചുവിൻ്റെ ലൈഫിൽ ജോലിയായിട്ട് അച്ചു ഇതുവരെ ചെയ്തേക്കുന്നത്? ഞാൻ എൻ്റെ ഇതുവരെ ചെറിയ പ്രായം തൊട്ട് ഞാൻ പറയണേ ഉള്ളൊരു ഓപ്പണായിട്ട് ഞാൻ ഒരു 9 വർഷം റോഡ് സൈഡിൽ കിടന്ന് വളർന്നവനാണ്. വീട് പോലും ഇല്ലാണ്ട് ഞാൻ എൻ്റെ ചേച്ചി, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ റോഡിന്റെ സൈഡിൽ കിടന്ന് വളർന്നവനാണ്. എന്ന് പറഞ്ഞാൽ റോഡിന്റെ തെരുവില് വീട് ഒരു ഷീറ്റ് പോലും കെട്ടി മറ വെക്കാൻ പറ്റാത്ത രീതിയിൽ കിടന്നുറങ്ങിയ ഒരു വ്യക്തിയെ. എവിടെ? ചോറ്റാനിക്കൽ ആരോട് നിന്ന് ചോദിക്കും. ഒരു മനുഷ്യനോട് ചോദിച്ചു അച്ഛൻ്റെ ഫസ്റ്റ് വീട് എവിടെയെന്ന് ചോദിച്ചാൽ അവിടുത്തെ നാട്ടുകാർ കാണിച്ചു അമ്പല തെരുവെന്ന് പറയും. അമ്പലത്തെരുവ്.
എന്നെ പ്രസവിച്ചിട്ടതേ അമ്പലത്തെരുവില. എനിക്ക് വീടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. ആ ടൈമിൽ ഭക്ഷണത്തിനും പൈസയ്ക്കും വേണ്ടി ഓടിയിടുന്ന ടൈമിലുണ്ട്. എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ 15 ലക്ഷത്തിന് വേണ്ടി ഞാൻ ഓടിച്ചെന്ന ടൈമിൽ കുറച്ച് ചില്ലറ വാരി കൊടുത്ത ടൈമിലുണ്ട്. അന്ന് ആ 15 ലക്ഷത്തിന് എത്ര പൂജ്യം പോലും ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ജീവിച്ചിട്ട് കാലഘട്ടം ഉണ്ട്. അച്ഛൻ എന്ത് പറ്റിയത്? അച്ഛന് എന്ത് പറ്റാന്ന് വെച്ചാൽ ലിവർ പോയതാ. മദ്യപാനം നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ ലിവർ പോയതാ പുള്ളിക്ക്. പിന്നെ അച്ഛന്റെ അമ്മയുടെ ആൾക്കാരൊന്നും ഇവിടെ ഇല്ലേ? ഇവരൊക്കെ ലവ് മാരേജ് ഉണ്ട്. ഭയങ്കര പിടിപ്പാടുള്ളതായി. അവിടെ നിന്നും പോന്നു ഇവിടെ നിന്നും പോന്നു. എനിക്ക് വെച്ചാൽ അമ്മച്ച് രണ്ടാമത്തെ മാരേജാ ഈ അച്ഛനായിട്ട്. അപ്പൊ എന്റെ സ്വന്തം അച്ഛനെ എനിക്ക് അല്ല ഏതാന്നറിയില്ല. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഒരമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ അച്ഛൻ. അല്ല നമുക്കൊരു പിടിയില്ല നമ്മുടെ അച്ഛനാരാന്ന്. ശരിയല്ലേ? ഏത് അച്ഛനെ കാണിച്ചു അച്ഛൻ തന്നെ എന്റെ അച്ഛൻ. അത്രേ ഉള്ളൂ. അത്രയും വിശ്വസിക്കുന്നുള്ളൂ. ആ ടൈം തൊട്ടുള്ള അറിവ് കൊണ്ട് ഞാൻ ഈ ടൈം കൊണ്ട് എനിക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് അല്ല ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ പണം വേണം. സുഖമായിട്ട് കിടന്ന് ഉറങ്ങേണ്ട ഒരു ചെറിയ സ്ഥലവും ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടെങ്കിൽ അവൻ തൃപ്തിപ്പെടാന്നുള്ള മനസ്സിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി അവൻ ഈ ഭൂമിയിൽ ഏറ്റവും വലിയവൻ തന്നെയാണ്. ശരിയല്ലേ? അല്ലാണ്ട് 100 കോടി കയ്യിലുണ്ട് അവൻ അന്നാലാണ് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ കിട്ടാൻ പോലും അവൻ അങ്ങനെ നരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു നേരം 800 എൻ്റെ വീട്ടിൽ കയറി ചെന്നാൽ മതി. ഒരു നേരത്തെ അന്നവും മേടിക്കണം, വീണ്ടും വാടക പൈസയും കൊടുക്കണം, അമ്മയുടെ ലോണും അടയ്ക്കണം. ഇതൊക്കെയാണ് ചിന്തപ്പാടായിട്ട് ജീവിക്കുന്ന രീതി. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, എനിക്കങ്ങനെ സ്ഥിരം ജോലി ഉള്ളവനല്ല. എല്ലാ ജോലിക്കും ഓടി നടന്നാണ് വീട്ടിലെ കുടുംബം കാര്യം നോക്കണേ. ഇവളും എൻ്റെ അടുത്ത് പറഞ്ഞത് തന്നെ, ഇവൾക്ക് ബിരിയാണി കണ്ട ചോറ് മതി എന്ന് പറഞ്ഞു. അതെന്തായാലും എൻ്റെ വീട്ടിൽ കിട്ടും. പട്ടിണിലാണ്ട് കിടക്കാൻ പറ്റും ഇവൾക്ക്. വീടൊക്കെ ഉണ്ടോ? സ്വന്തമായിട്ട് വീടൊന്നുമില്ല. അയ്യോ ഞാൻ മടുത്ത്. എല്ലാവരും പറഞ്ഞു പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കും. പഞ്ചായത്തിൽ അമ്മയ്ക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് എല്ലാരും പറ്റിക്കും അമ്മേനെ. അമ്മയ്ക്ക് കണ്ണ് കാണില്ല. ഇപ്പോഴും നേരത്തെ കാണത്തില്ലാത്താണോ? ഇപ്പൊ ഒരു 8 വർഷമായിട്ട്. 8 വർഷമായിട്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്തില്ല. അമ്മച്ചി നിക്കുന്നില്ല. ഷുഗർ പറയേണ്ട കാര്യം. ഷുഗർ അമ്മയ്ക്ക് ഷുഗർ ഇപ്പൊ കുറയണില്ല, ഒരേ ലെവലായിട്ട് തന്നെ നിൽക്കുക. അപ്പൊ ഷുഗർ കുറഞ്ഞു വരുമ്പോ ഓപ്പറേഷൻ നടക്കുള്ളൂ. പിന്നെ ഫണ്ടും വേണം അതിനനുസരിച്ച്. അപ്പൊ ഞാനും സെറ്റിൽ ആയാലും പറ്റുള്ളൂ. ആ ടൈമിൽ കല്യാണം കൂടെ കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് എന്താ പറയാ, അമ്മയ്ക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ കാര്യത്തിന് നിന്ന് കൊടുക്കാൻ അമ്മയ്ക്ക് പറ്റില്ല. അമ്മ നിക്കത്തില്ല. അമ്മ പ്രായം അനുസരിച്ച് വരുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം കൂടുക. എന്നോട് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രായം അനുസരിച്ച് ആകുന്നത് പിള്ളേരുടെ സ്വഭാവം കൂടിക്കൊണ്ടിരിക്കും അമ്മമാർക്ക്. ആ ഒരു സ്വഭാവം ഘട്ടത്തിലാണ് ഇപ്പം എൻ്റെ അമ്മ നിൽക്കണേ. ഇപ്പം എന്ന് പറയാതെ ഞാനിപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു ഒരു ദിവസം 4-5 ജോലിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെ എന്നാലും ഒരു ദിവസം ഒരു 4,000 ഒരു 5,000 ഒരു ദിവസം ഒപ്പിക്കാൻ നോക്കും. ഒരു ദിവസം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ അത് ഒപ്പിക്കാൻ നോക്കും. എന്നാലും എൻ്റെ അമ്മയ്ക്ക് വീട്ടിലിരിക്കില്ല. എൻ്റെ അമ്മ എന്ന് വെച്ചാൽ സ്വന്തമായി ജോലി എടുത്ത് മരണം വരെ സ്വന്തം ജീവിതത്തിൽ ജീവിക്കണമെന്ന് പറയണേ. അമ്മച്ചി ഇപ്പോഴും ലോട്ടറി വിൽക്കുക. ഞാനിപ്പോഴും അമ്മ അടുത്ത് പറഞ്ഞാൽ രാവിലെ അമ്മയുടെ ലോട്ടറി ഞാൻ കൊണ്ട് വിൽക്കാന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ ഇങ്ങോട്ട് വരില്ല എന്ന് വെച്ചിരുന്ന അമ്മയ്ക്ക് ലോട്ടറി, അമ്മച്ചിക്ക് പനി കൂടിയിട്ട് വീട്ടിൽ കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മച്ചി ഞാൻ കൊണ്ട് വിൽക്കാന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ കാര്യം എനിക്ക് ആരുടെ അവതാരം വേണ്ട. ചത്തട്ടില്ലല്ലോ, പനിയല്ലേ പിടിച്ചു, ഞാൻ ചത്തുപോയൊന്നും ഇല്ലല്ലോ, ഞാൻ പോയി വിറ്റോളാന്ന് പറഞ്ഞു. മനസ്സിലായി? പക്ഷെ ഞാനൊരു 5,000 രൂപ പണിയെടുത്ത് കൊടുത്തെന്ന് വെച്ചോ, ഒരു ചില്ലി പൈസ പോലും പൊട്ടിക്കാൻ അടുത്ത് കയ്യിൽ വെച്ചേക്കും. നമ്മൾ വിചാരിക്കും എല്ലാ കാര്യം കഴിഞ്ഞിട്ടുണ്ടാവുന്ന. പക്ഷെ നമ്മുടെ എന്തെങ്കിലും ആവശ്യം വരുന്ന പൈസ നമുക്ക് തന്നെ തിരിച്ചു തരും. ആ പൈസ പൊട്ടിയിട്ടുണ്ടാവില്ല. അമ്മ അങ്ങനെ വെക്കും. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു സൈക്കോ മൈൻഡാണ് എൻ്റെ അമ്മ. അതേ സൈക്കോ മൈൻഡാണ് എനിക്ക്. വെച്ചാൽ അമ്മ തന്നെ പറഞ്ഞൊരു കാര്യം, പൈസയെ നീ വാല്യൂ വെച്ചു നടന്നു കയറാന്ന് വെച്ചാൽ ഒരു നാള് തന്നെ അവൻ നിന്നെ കൽക്കരിയാക്കി കളയും. പൈസ ഉള്ളവർ അവൻ ഡയമണ്ട് ആയിരിക്കും. പക്ഷെ പൈസ ഇല്ലാണ്ട് വരുന്ന കൽക്കരിയുടെ അവസ്ഥ വരും. ആ കൽക്കരിയുടെ അവസ്ഥ ചൂട്ടുപൊള്ളിയ ചൂടുണ്ടാവും. അത് നിനക്ക് തരണം ചെയ്യാൻ പറ്റൂല. പക്ഷെ ആ നേരം കൊണ്ട് നീ കൽക്കരിയായ നീ ഡയമണ്ട് ആവുകയാണെങ്കിലേ അത് തിരിച്ച് നീ കൽക്കരിയിലെത്തിയാൽ നിനക്ക് ഒരു പുല്ലുമല്ല അത്. മനസ്സിലായ? പൈസ വന്നിട്ട് പൈസ പോയി തിരിച്ച് പൈസ വന്നു കഴിഞ്ഞാൽ സങ്കടമാവും മനസ്സിന്. പക്ഷെ അതില്ലാന്ന് പറഞ്ഞാൽ മനുഷ്യന് എന്നും ജീവിക്കാൻ പറ്റും. അപ്പൊ ഈ ചേച്ചിയും നിങ്ങളും ഒക്കെ ഈ വഴി സൈഡിൽ തന്നെ കിടന്ന് പിന്നെ എപ്പോഴാണ് സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് മാറി? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇതിനിടയ്ക്ക് എന്തൊക്കെ ജോലി ചെയ്ത്? ഒരുപാട് ചെയ്തു ജോലി. ഇഷ്ടംപോലെ ജോലി ചെയ്ത്. ഹോട്ടൽ ക്ലീനിങ്ങിന് പോയി. പിന്നെ ബയോഗ്യാസിന്റെ ക്ലീനിങ്, ഹോട്ടലിന്റെ വേസ്റ്റ്, പിന്നെ കക്കൂസ് ക്ലീനിങ്, ഗ്ലാസ് കഴുകാൻ, പത്രം ഇടാൻ വേണ്ടി, ചെരുപ്പ് നോക്കല്, ടിക്കറ്റ് വെക്കല്, ലോട്ടറി വിൽപ്പന, ധർമ്മം കൊടുക്കാൻ, തോർത്തിരിച്ചിരുന്നിട്ടുണ്ട് ചേച്ചിയെ. ഓ ഞാൻ ഒരിക്കലും നാണം കേട്ടില്ല. ഇപ്പൊ നിനക്ക് നാണം കേടുണ്ടോ? ഇല്ല. സത്യം പറയാം, എൻ്റെ അമ്മ എന്നെ നോക്കി ഭിക്ഷാടനം എടുത്തിട്ട് തന്നെ എൻ്റെ അമ്മ എന്നെ നോക്കി. എനിക്കൊരു അഹങ്കാരം ഇല്ല. കാരണം എന്താണെന്നുകൊണ്ട് ഞാൻ പറയണമെന്ന് അറിയോ, കഷ്ടപ്പെട്ടവന് മാത്രമേ അവൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നവൻ തെണ്ടിയല്ല എന്ന് പറയുള്ളൂ. ശരിയല്ലേ? കഷ്ടപ്പെട്ടവന് മാത്രമേ അവൻ പറയാൻ പറ്റുള്ളൂ. ഇത് ഫ്രണ്ട് ഇരിക്കുന്ന ഒരിക്കലും തെണ്ടിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാവും. എന്നെ നോക്കി എടുത്ത് കുറേ പേര് എന്നെ തെണ്ടിയാന്ന് വിളിച്ചു. എനിക്ക് സന്തോഷമാണ്. ഞാൻ തെണ്ടിയാ. കാരണം വെച്ചാൽ ഒരു നാൾ അവനും തെണ്ടാണ്ട് ഒരിക്കലും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ അവൻ തെണ്ടിട്ട് തന്നെ മരിക്കത്തു. അച്ചു കുറച്ച് മുമ്പ് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് നമ്മൾ പലരുമേ പറയാറുണ്ട്,
ഞങ്ങൾ തെണ്ടിയാണ് ജീവിച്ചതെന്ന് അത് നമ്മൾ പറയുന്ന ഒരു കൊളോക്കിയൽ ലാംഗ്വേജാണ്. അതായത് നമുക്ക് ഭക്ഷണമൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ തന്ന് ഡ്രസ്സ് തന്ന് ഉടുപ്പ് തന്ന് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. തെണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് ഒരു കൊളോക്കിയലായിട്ടുള്ളൊരു മീനിങ് അങ്ങനെയാണ്. പക്ഷെ ലിറ്ററലി അത് പറയുമ്പോൾ അതായത് ഞങ്ങൾ അങ്ങനെയല്ല ചേച്ചി പൈസ അതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. കാരണം ഞാൻ അത് ഫീൽ ചെയ്യും ചേച്ചി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ലൈഫിൽ നമ്മൾ ചില ആൾക്കാർ ചില ജോലിക്കൊക്കെ പോകുന്നത് ഇങ്ങനെ സൈഡിൽ ഓരോ ആൾക്കാരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് തെണ്ടുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്ത് ജീവിതം അല്ലേ. പക്ഷെ ആ ജീവിതം അനുഭവിച്ചവർക്ക് ഒരിക്കലും ചിന്തിക്കില്ല. ഇപ്പൊ ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ എന്റെ കൊച്ചു എന്റെ അടുത്ത് ഇവിടെ ചോദിക്കും എന്തിനാ നീ അങ്ങനെ കൊടുക്കണേന്ന് ചോദിക്കും. ഓക്കെ, ഇപ്പൊ അവരെ മാത്രം ഒരാൾ ലോട്ടറി വിൽക്കുമെന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ ലോട്ടറി വിൽക്കാൻ ഇറങ്ങി കഴിയപ്പോഴും ആ ലോട്ടറി വിൽക്കുന്നതിന് നമ്മൾ കാണുന്നവർ ചെയ്യാം അവർക്ക് കയ്യിൽ നിന്ന് അടിച്ച പൈസ എന്ന് വിചാരിക്കും. ശരിയല്ലേ? പക്ഷെ അതിലൊരു അടിസ്ഥാനമായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോട്ടറി വിൽക്കണമെങ്കിൽ അവൻ 1000 പേരെടുത്ത് വാക്കിട്ട് കെഞ്ചാൽ മാത്രമാണ് ഒരാളുടെ ലോട്ടറി എടുക്കുള്ളൂ. വിഷാടനം, തെണ്ടല്, ഓക്കെ, അതിന് കൈ നീട്ടുന്നവരുടെ മുന്നിൽ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നില്ല. അവർ തന്നെ 1000 തേറ് കേട്ടതിന് ശേഷമായിരിക്കും അവന് 1 രൂപ കൊടുക്കുന്നത്. ആ 1 രൂപയുടെ വാല്യൂയുടെ വില എന്ത് വലുതായിരിക്കും അറിയോ? അതാ പറയുന്നത്, തെണ്ടുന്നത് എല്ലാവർക്കും തെണ്ടിയായിരിക്കും. പക്ഷെ തെണ്ട് കാണുന്നവനില്ലേ അവനൊരിക്കലും തെണ്ടിയായിട്ടും തോന്നത്തില്ല. പക്ഷെ ഈ ഇപ്പൊ ചേച്ചിക്ക് കണ്ണ് നിറഞ്ഞ എന്താണെന്നറിയോ? ചേച്ചിയുടെ ലൈഫിൽ ആ ജീവിതം ഉണ്ടായിട്ടില്ലെങ്കിലും ആ കഷ്ടപ്പാടിൽ ചേച്ചി ഇപ്പൊ കടന്നു വന്നിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് പേരെ അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ എടുക്കുക. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഇപ്പം നമുക്ക് തന്നെ ഇടപ്പള്ളിയിൽ കാണാറുണ്ട്, അറിയാലോ. ഇങ്ങനെ എനിക്കതൊക്കെ എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് പിള്ളേർക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമാണ് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ അത് ഭയങ്കരമായിട്ട് എനിക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. കാരണം അവർ ഇവർക്കിത് ഇങ്ങനെ ഭിക്ഷാടനം എടുക്കണം. അപ്പം അടുത്ത തലമുറയ്ക്ക് അതുണ്ടാവരുത്, അവർക്ക് പഠിക്കണം, അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെയാണ് എനിക്കൊരു പെയിനാണ്, അത് ഭയങ്കര പെയിനാണ്. അപ്പോഴും കൊച്ചു പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് എന്ത് ജീവിതമാണ്. പക്ഷെ അതേ സമയം അവരുള്ളവരെ കാണുമ്പോൾ ഞാൻ വേറെ നമ്മുടെ ഒന്നും ഒരു ടെൻഷനും ഇല്ലാതെ വൈകുന്നേരം നല്ല സുഖമായിട്ട് അവർ ഉറങ്ങുന്നതാണ്. ഞാനത് കുറ്റപ്പെടുത്തി എന്നായിട്ട് പറഞ്ഞല്ല, അവർക്ക് നാളെക്കുറിച്ചൊരു ചിന്തയില്ല. നമുക്കാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ 10 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ള ചിന്തിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതാണ് നമ്മൾ ഓവറായിട്ടുള്ള എക്സ്പെക്ടേഷൻ. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത്. എനിക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ഓവറായിട്ട് മറ്റേ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് കം ഫ്രം മൈ ഹാർട്ട്. കൺഫേം ആയിട്ട് നമുക്ക് ഒരാളെ കണ്ണീര് താഴത്തേക്ക് വീഴുമ്പോൾ 2 തരം കണ്ണീര് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഒരാൾ കാര്യം കേട്ട് വീഴുന്നതും ഒരാൾ കാര്യം കണ്ടു വീഴുന്നതും തമ്മിൽ വ്യത്യാസമാണ്. കേൾക്കുന്നതല്ല കാണുന്നത്. ഇതെല്ലാം എക്സ്പീരിയൻസ്. സത്യം. ഇന്ന് ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെ നടക്കാൻ എനിക്കല്ലെങ്കിൽ ഇങ്ങനെ പറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച വേദനകൾ, ഞാൻ കണ്ട സ്റ്റെപ്പുകളാണ് ഇന്ന് എന്റെ ജീവിതം ഇങ്ങനെ പറപ്പിക്കണേ. ഓക്കെ, അന്ന് ഈ സ്കൂളിൽ പഠിച്ച സമയത്തും ഒക്കെ ഇങ്ങനെ ഷെഡല്ല, റോഡിൽ തന്നെ. ഷെഡ് പോലും ഇല്ല. എന്ന് വെച്ചാൽ രാവിലെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അമ്മയും അച്ഛനും അമ്മ അവരുടെ ജോലിക്ക് പോകും. ഓക്കെ, അന്ന് എന്റെ അച്ഛന് വികലാംഗന, എന്റെ അച്ഛനൊരു കാര്യമില്ല, ഒരു കണ്ണുമില്ലാത്ത എന്റെ അച്ഛൻ. രണ്ടാമത് കിട്ടിയ അച്ഛൻ അങ്ങനെയാണ്, ഒരു കാലില്ല ഒരു കണ്ണുമില്ല പുള്ളിക്ക്. ഒറ്റ ഒരു വടിയിലാണ് പുള്ളി നടക്കുന്നത്. പുള്ളി എവിടെയെങ്കിലൊക്കെ ലോട്ടറിയൊക്കെ വിറ്റ് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചാണ് ഞങ്ങൾക്ക് അന്ന് ആ നേരത്തെ അന്നം. കുക്കിംഗ് ഒന്നും ഇല്ല. അമ്പലത്തിൽ നിന്നുള്ള പടച്ചോറ് അന്നത്തെ ഭക്ഷണം. അമ്പലത്തിൽ പടച്ചോറ് കിട്ടും 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ. ആ പടച്ചോറും തൈരും. എനിക്ക് സ്കൂളിൽ നിന്ന് കഞ്ഞി കിട്ടും. അത് വൈകുന്നേരമൊക്കെ അത് എന്റെ കഞ്ഞമ്മായി എപ്പോഴും പറയും, എന്റെ കഞ്ഞമ്മായി എനിക്ക് വേണ്ടി ചോറ് എടുത്ത് മാറ്റിയിട്ടുണ്ടോ. അതായത് ടീച്ചർമാർ, എന്റെ ടീച്ചർമാർ, അമ്പിയ ടീച്ചർ, ഡെസി ടീച്ചർ, ഇവരൊക്കെ വേണ്ടി എനിക്ക് വേണ്ടി കുറച്ച് ചോറ് എടുത്ത് മാറ്റിയിട്ടുണ്ടോ. വൈകുന്നേരം എന്റെ ചേച്ചിക്ക് കൊടുത്തു വിടുന്നത്. എന്നിട്ട് ആ ചോറ് അമ്പലനടയിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ കൂടെ പടച്ചോറ്, തൈരും സാമ്പാറും എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടായിരിക്കും അന്നത്തെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണേ. ആ പൈസ ആ അച്ഛനും അമ്മയും അന്ന് കഷ്ടപ്പെട്ട് പൈസ മാറ്റി വെക്കണത് വേറെ ഒന്നുമില്ല, ഒരു എവിടെയെങ്കിലും ഒരു വാടക വീട് എടുക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ ആ ടൈമിൽ ആരും വാടക വീട് ആ നാട്ടിൽ തരൂല്ലായിരുന്നു ഞങ്ങൾക്ക്. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. ആ നേരത്ത് ആ നാട്ടുകാർ, എന്റെ നാട്ടുകാരെന്ന് വെച്ചാൽ ആ നേരത്തെ എനിക്ക് ഒരു വാടക വീട് ആ ടൈമിലേക്ക് തരില്ലായിരുന്നു. തെരുവ് തെണ്ടികളാണ് ആ ടൈമിൽ ഞങ്ങള്. ഓക്കെ, എന്നാ എന്റെ ആ തന്ത അവിടെ ഒരു വീടുണ്ടാക്കി. പുള്ളി അവിടെ അധ്വാനിച്ചോട്ടൊരു വീട് വാടകയ്ക്ക് ഉണ്ടാക്കി. പുള്ളി ഒരുപാട് സമരം ചെയ്തു. ലോട്ടറിയുടെ ഒക്കെ പുള്ളിക്ക് ലോട്ടറി ഒക്കെ കൊടുക്കാണ്ടായി. ഓക്കെ, എന്നിട്ട് അച്ഛൻ ലോട്ടറിക്കൊക്കെ സമരമൊക്കെ ചെയ്തു. ഒരുപാട് വലിയ വലിയ സമരങ്ങളൊക്കെ ചെയ്ത് പുള്ളി ഒരുപാട് പ്രയത്നിച്ച്, കുറെ പോലീസുകാരുടെ തല്ലൊക്കെ കൊണ്ട് നാട്ടുകാരുടെയൊക്കെ ചീത്തവിളിയൊക്കെ കൊണ്ട് പ്രയത്നിച്ച് പുള്ളി അവിടെ തന്നെ ഒരു വീട് വെച്ചു. വാടകയ്ക്ക് വെച്ചിട്ട് അവിടെ നിന്ന് പുള്ളി തുടങ്ങാൻ തുടങ്ങി. പക്ഷെ അന്ന് കണ്ട വാടക വീട് എന്ന് വെച്ചാൽ അന്ന് ഞങ്ങക്ക് തന്ന ഒരാളാണ് സുധാമ, പേര് സുധാമ എന്ന് വിളിക്കും. അന്ന് അവരാണ് ഞങ്ങളെ നോക്കിയത്. എന്നുവെച്ചാൽ എന്റെ അമ്മ കെട്ടനെങ്ങോട്ട് മുന്നേ ചോറ്റാനിക്ക് വരുമ്പോൾ ഒരു പ്രഗ്നന്റ് ആയിട്ട് സ്ത്രീയായിട്ട് എന്റെ അമ്മ പറയുന്നത്. വെച്ചാൽ എന്റെ വയറ്റിൽ ഇട്ടുകൊണ്ട് എന്റെ ചേച്ചിനെ കൈ പിടിച്ചോണ്ട് അമ്മ നാട്ടിലെത്തണത് ആദ്യമായിട്ട്. അന്ന് അവരുടെ കൂടെ അവരുടെ ഇടയിൽ നമ്മ ഭിക്ഷാടനം നോക്കിക്കൊണ്ടിരുന്നു. ചെരുപ്പും ആൾക്കാരൊക്കെ വിളിച്ച് അടുത്ത് എടുത്തിട്ട് ഭിക്ഷാടനം ചെയ്യും.
അന്ന് അച്ഛനില്ല, കണ്ടുമുട്ടിയിട്ടില്ല. ഇവരുടെ ഇടയിലായിരുന്നു അന്ന് അതില് വിലാസിനി എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലായിരുന്നു പ്രഗ്നന്റ് ആയതുകൊണ്ട് അവിടെ അവരുടെ ഒരു വീട്ടിലാണ് അമ്മ അവിടെ കിടന്നിരുന്നത് ചെറിയ നാളില്. ഞാൻ പ്രസവിക്കണേക്കാട്ട് മുന്നേ അവിടെ നിന്നാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ഛനെ കാണുന്നത് അവിടെ നിന്നായിരുന്നു. എല്ലാവരും സപ്പോർട്ട് കൊണ്ട് ഒരാളെ പ്രസവിച്ചു. അന്നാണ് ഞാൻ എൻ്റെ അച്ഛനെ നേരിട്ട് കാണുന്നത്. ഇതിനു മുന്നേ എനിക്കൊരു അച്ഛൻ ഉണ്ടെന്ന് പറയുന്നത്. എൻ്റെ സർട്ടിഫിക്കറ്റിലൊക്കെ ജോസ് നേടക്കണം, പക്ഷെ എനിക്കറിയില്ല ആരാണ്. പക്ഷെ എന്റെ കണ്ണുറക്കുമ്പോ കാണുന്നത് പ്രസാദിനെയാണ്. ഓക്കെ, പുള്ളിയാണ് ഞാൻ അച്ചു എന്ന് വിളിക്കണേ. ആ പേരാണ് ഇന്നും ഞാൻ നിലനിർത്തണേ, അച്ചു ട്രിപ്പ്. പുള്ളി തന്ന ഓരോ വാക്കുകൾ ഓരോ പ്രയോജനമായിട്ട് എന്റെ മൈൻഡിൽ ഇന്നും കിടക്കുന്നുണ്ട്. ഓക്കെ, എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നീ എത്ര പണം ഉള്ളവനായാലും നിന്റെ മുന്നിൽ വന്ന ഒരുത്തനെ നീ തെണ്ടിയായിട്ട് കാണരുത്. ഓക്കെ, കാരണം തെണ്ടിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നീ തെണ്ടിയത് ഒരു ദിവസം നീ അന്ന് നീ അവനെ തെണ്ടിയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മരിക്കുന്ന മുന്നേ ദിവസം നീ തെണ്ടിയായിട്ടേ മരിക്കത്തുള്ളൂ. ഓക്കെ, നീ അന്ന് അവനെ തെണ്ടിയായിട്ട് കണ്ടില്ലെങ്കിൽ നീ മരിക്കുമ്പോൾ അവൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ഓക്കെ, അന്ന് നീ അവനെ തെണ്ടിയായിട്ട് കണ്ടില്ലായിരുന്നെങ്കിൽ നീ മരിക്കുന്ന മുന്നിൽ അവൻ നിന്റെ ഒരു ദിവസം നിന്റെ അടുത്ത് വരും. എന്തുകൊണ്ടാണ് അടുത്ത് വരുന്നത്? അന്ന് നമ്മൾ അവനെ സഹായിച്ചുകൊണ്ടല്ലേ. അവനെ തെണ്ടി എന്ന് പറഞ്ഞാൽ അവനെ മാറ്റിയിരുന്നെങ്കിലോ? അതാണ് ലൈഫ്, അത്രേ ഉള്ളൂ. ഒരുപാട് അനുഭവമുള്ള ആളുകളോടൊന്നും പിന്നെ എനിക്ക് നമ്മൾ വെറും സീറോ ആയി. ഞങ്ങളൊക്കെ ഏറ്റവും ഭയങ്കര, ഞാൻ എത്ര ബ്ലെസ്സിങ് ആണ്. ഞാനൊക്കെ എന്ത് സുഖ സൗകര്യത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ കുറവുകളാണ് എപ്പോഴും പറയുന്നത്. അതില്ല ഇതില്ല എന്നൊക്കെയാണ്. പക്ഷെ അല്ല, ഞാനൊക്കെ നല്ല രീതിയിൽ പഠിക്കാനാണേലും കഷ്ടപ്പാടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും നല്ല, അയ്യോ ദൈവമേ, ആർക്കും ഇതൊന്നും കൊടുക്കരുതേ. ഞാനതൊക്കെ പറഞ്ഞു. ഞാനൊക്കെ എന്താ പറയാ, സിനിമയ്ക്ക് സ്കൂളിലൊക്കെ സിനിമയ്ക്ക് പോകും, ടൂറൊക്കെ പോകും, നോക്കിയിരുന്നിട്ടേ ഉള്ളൂ. സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ ആ ബസ്സിൽ നിന്ന് പിള്ളേർ കയറുമ്പോൾ ഞാൻ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ പോയി നോക്കിയിരിക്കും. അവർ സിനിമയ്ക്കായിരിക്കും പോകണേ. കണ്ണ് നിറഞ്ഞിരുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് തന്നെ ഊട്ടിക്കൊണ്ട് പോകണേ. എല്ലാവരും ടൂറിസ്റ്റ് ബസ് കയറുമ്പോൾ ഞാൻ കണ്ണ് നിറഞ്ഞ എല്ലാ ദിവസം ഇരിക്കുന്ന ബസ് സ്റ്റോപ്പിൽ പോയിരുന്നപ്പോൾ PTA പ്രസിഡന്റ് എൻ്റെ അടുത്ത് വന്നു സ്കൂളിൽ. ഈ കരയുന്ന കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ അമ്മ തെണ്ടി ആയതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കയറ്റാത്തെന്ന് ചോദിച്ചു. ആ ഒരു വാക്ക് അവരുടെ മനസ്സിൽ കൊണ്ടു. അന്നാണ് അവരെല്ലാവരും കൂടി പൈസ പിരിവിട്ടിട്ട് ഉള്ള പൈസ, എൻ്റെ അമ്മ എനിക്ക് 2 ഫ്രൂട്ടി വാങ്ങി തന്നു. കയ്യിൽ അമ്മയുടെ കയ്യിൽ അതേ ഉള്ളായിരുന്നു 20 രൂപ. അതിൽ 2 ഫ്രൂട്ടി വാങ്ങി തന്നിട്ട് എൻ്റെ അമ്മ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് പോണ ടൂർ അതായിരുന്നു. അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ കണ്ട ആഗ്രഹങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഇന്ന് ഏതെങ്കിലും സ്കൂളിൽ നിന്ന് ഒരു പയ്യൻ ടൂർ പോകാനുള്ള പൈസ ഇല്ലാണ്ടിരുന്ന ഞാൻ എവിടെ നിന്നും തെണ്ടിയിട്ടല്ല പയ്യനെ പൈസ പിടിച്ചു കൊടുക്കും. എന്നിട്ട് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വേദന എന്താണെന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ ഒരു പ്രതിസന്ധത എന്താണെന്ന് മനസ്സിലായതാ. പൈസ ഇല്ലെങ്കിലും ഒരു മനുഷ്യന്റെ വിശപ്പ് കടത്താനുള്ള ഒരു വഴി എനിക്കുണ്ട്. തീർച്ചയായും അതാണ് വിശപ്പാണ്. വിശപ്പ് മാത്രമാണ്, അതിലപ്പുറം ഇപ്പുറം ഒന്നുമില്ല. പൈസ എൻ്റെ ലൈഫിൽ അനുഭവം പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്നോട് പറയേണ്ട പോയെ. ഓക്കെ, ഞാൻ ആ ടൈമിൽ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടില്ല, പ്ലേറ്റ് കൊണ്ടുപോകാത്തതുകൊണ്ട് ഞാൻ സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ആരുമില്ല. 2ാമത്തെ ദിവസമായി ഞാൻ പോയില്ല, സ്കൂളിൽ പോയില്ല. എനിക്ക് പേടി, ഇവരെവിടെയാണെന്ന് അറിയില്ല. 3ാമത്തെ ദിവസമായി ഞാൻ പോയില്ല, സ്കൂളിൽ പോയില്ല. റോഡിൽ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നല്ല, വിശപ്പില്ലേ, വല്ലാണ്ടങ്ങ് തൊരുത്തി കയറി. ഞാൻ അന്നദാനം മണ്ഡപത്തിൽ കയറുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ഫുഡ് കിട്ടാത്തൊരവസ്ഥയായി. അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് അമ്പലത്തിൽ. 365 ദിവസം അവിടെ അന്നദാനം ഉണ്ട്. ഞാൻ കയറുമ്പോൾ മാത്രം എനിക്ക് അന്നദാനം ഇല്ല. എനിക്ക് അവിടെ നിന്ന് എനിക്കറിയില്ല എന്താണ്. ഞാൻ എന്നിട്ട് ലാസ്റ്റ് ചെയ്ത പരിപാടി എന്ന് പറയുമ്പോൾ, ഇവര് കളയുന്ന വേസ്റ്റ് ഉണ്ട് ബാക്കിൽ അന്നദാനത്തിന്റെ, അത് പിറക്കി കഴിച്ച് 5 ദിവസം ഞാൻ അവിടെ ജീവിച്ചു. ആ ചോറ്റാനിക്കര നടയിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച്. ഞാൻ കയറുമ്പോൾ മാത്രം അവിടെ വാതിലടയ്ക്കും. അന്നദാനം കഴിഞ്ഞെന്ന് പറയും. എല്ലാവരും എൻ്റെ കൂടെ തന്നെ എല്ലാവരും തിരിച്ചിറങ്ങിപ്പോരും. അന്നദാനം ചോറ് തീർന്നിട്ട് അവിടെ എത്ര പേര് എൻ്റെ കൂടെ കയറിയിട്ടുണ്ടാവും അത്രയും പേര് എൻ്റെ കൂടെ തന്നെ ഇറക്കിവിടും. എനിക്ക് എന്തോ കാല് കുത്തുമ്പോൾ എനിക്ക് ആ വാതിലടഞ്ഞു പോകും. എനിക്ക് അവിടെ സ്ഥലമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചോറ്റാനിക്കരമ്മ ആ അമ്മ അല്ലെ ആ ദേവി ചെപ്പം എന്നെ അകത്ത് കയറ്റാതെ, എനിക്ക് യോഗ്യത ഇല്ലാത്തൊരു ഭക്ഷണമായിരിക്കും അവിടെ കൊടുക്കണമെന്ന് വിചാരിച്ച് അവര് കളയണ വേസ്റ്റ് കറച്ച് എന്ന് വെച്ചാൽ ഇവര് കൊണ്ടുപോയി ഇടും. ഒരു വലിയ ബക്കറ്റ് ഉണ്ട് അവിടെ. അപ്പൊ വെള്ളവും വേസ്റ്റൊക്കെ ഒരുമിച്ചായിരിക്കും ഇടുന്നേ. ഇവര് കൊണ്ടൊക്കെ അമത്തും. ഞാൻ ആ ചോറ് എടുത്തുകൊണ്ട് ഞാൻ കഴുകും. എന്നിട്ട് ഞാനത് കഴിച്ച ദിവസമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആ യാത്ര ചെയ്യുമ്പോൾ ഒരാളെ ഞാൻ പട്ടിണി കിടത്തുന്നത് എൻ്റെ യാത്ര ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ ഇപ്പോഴും പറയുന്ന കാര്യം, ആ സഹായിക്കുന്ന പൈസ ഒന്നും ഞാനിവിടെ കഴിക്കാറില്ല. റോഡിലുള്ള ഓരോ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ളൂ അല്ലേ. എത്ര പേർക്ക് ഞങ്ങൾ ഭക്ഷണം മേടിച്ചു കൊടുത്തുന്നറിയോ? കണക്കില്ലാണ്ട് പേർക്ക് ഭക്ഷണം മേടിച്ചു. എല്ലാവരും ഭക്ഷണം കൊടുക്കുമ്പോൾ പൊതിച്ചോറല്ല കൊടുക്കണേ. ഒരിക്കലും പൊതിച്ചോറ് കൊടുക്കണം. അവരെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കും. അവർക്ക് ആവശ്യമുള്ള കഴിക്കട്ടെ. കാരണം എനിക്ക് തന്നെ ഞാൻ അധ്വാനിച്ച പൈസ ഇല്ല എൻ്റെ കയ്യിൽ വരണേ. എനിക്ക് എന്നെ സഹായിക്കാൻ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്ക് വേറെ ആരും കിട്ടുന്ന പൈസ ഒരു എൻ്റെ വയറന്നം നനഞ്ഞിട്ട് മറ്റുള്ളവർക്ക് അറിയുന്നില്ലേ. അത് എൻ്റെ പുണ്യമില്ല, അത് അവർക്കുള്ള പുണ്യം. എനിക്ക് വേണ്ട പുണ്യം, എനിക്ക് വേണ്ട പുണ്യമല്ല. എനിക്ക് അവരുടെ പൈസ, ആ വിശപ്പിന്റെ വയറില്ലേ, അതൊന്ന് കത്തി അവർ നിലനിന്നാക്കി. അതിൻ്റെ ഒരു വേദന വേറെ ചേച്ചി. ആ ഒരു വേദന ഈ ഭൂമിയിൽ സഹിക്കാൻ പറ്റില്ല.
വയറൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറിയില്ല, നമ്മുടെ കുടലില്ലേ, കുടലിൻ്റെ ഉള്ളിൽ ഒരു കത്തല് കത്തും, വലിഞ്ഞു മുറുകും. ഈ എന്താ പറയാ, ചേട്ടൻ നേരത്തില്ല ഞാൻ എൻ്റെ തോർത്ത് വലിച്ച് ഞാൻ കെട്ടിയിട്ട് ഞാൻ ജീവിച്ച ടൈമുണ്ട്. തോർത്തില്ലേ വലിച്ച് മുറുക്കി വെച്ചിട്ട് എൻ്റെ അമ്മയുടെ കൂടെ ലോട്ടറി ഒക്കെ ഇട്ട് നടന്നൊരു ടൈമുണ്ട് ലൈഫിൽ. ആ പിന്നെ ദൈവത്തിനോട് എനിക്ക് നന്ദി എന്ന് പറയാനുള്ളത്, എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആക്കി തന്നു എൻ്റെ ദൈവം. ഇതൊക്കെ എൻ്റെ മനസ്സിലെനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആക്കി തന്നു. കാരണം വെച്ചാൽ എന്താണെന്നറിയോ, ഒരാളൊരു ഭൂമിയിൽ ഉണ്ടാവുമല്ലോ, ഓരോരുത്തരുടെ വേദന അറിയണം. അതറിയാണ്ട് ഈ ഭൂമിയിൽ ഒരാളെ നമ്മൾ പട്ടി കണ്ണാക്കരുത്, ഒരുത്തനെ നോക്കി ഇല്ലാണ്ടാക്കി കളയരുത്. നമ്മൾ അവനെ സഹായിച്ചില്ലെങ്കിൽ അവനെ ഉപദ്രവിക്കരുത്. നമുക്ക് ഈ ഭൂമിയിൽ ഇങ്ങോട്ട് തരാനും ഇല്ല, നമുക്ക് ആർക്കും അങ്ങോട്ട് കൊടുക്കാനും ഇല്ല. ഈ ഭൂമി വിട്ട് ഒരു നാൾ നമ്മളിവിടുന്ന് പോകണം. ഇന്ന് രാത്രിയാണെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ഞാൻ കാണുന്നില്ല, എനിക്കൊരു ഉറപ്പില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ പോകുന്നതിന് മുമ്പെങ്കിലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട്. എന്താണെന്നറിയോ, എന്റെ ഫോട്ടോ ഓരോ സ്ഥലത്ത് വൈറലായി കഴിഞ്ഞല്ലേ, ഈ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകൾക്ക് ഇടയിൽ എന്റെ കണ്ണീര് കൊടുക്കാൻ ഒരാളെനിക്കുണ്ട് ഈ ഭൂമിയിൽ എല്ലായിടത്തും. ശേ, അതൊരു വലിയ സമ്പാദ്യമാണ്. നമ്മൾ എന്ത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി വരാൻ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്നെ ഒരു നേരം ഓർക്കാൻ കുറച്ച് മനുഷ്യരെ ഞാൻ ഉണ്ടാക്കി ഇട്ടു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും.